നമസ്കാരം. തോക്കുകളും വെടിയുണ്ടകളുമായി 5 മലയാളികൾ കർണാടക പോലീസിന്റെ പിടിയിൽ. 2 ദിവസങ്ങളായി പോലീസ് നടത്തിയ പരിശോധനയിലാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. ഇവരിൽ നിന്നും 12 കിലോ കഞ്ചാവും പോലീസ് പിടികൂടിയിട്ടുണ്ട്. വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതികൾ പോലീസിന്റെ പിടിയിലായത്. അറസ്റ്റിലായ 5 പേരും കാസർഗോഡ് ജില്ലക്കാരാണ്. മംഗൽപാടി സ്വദേശി അബ്ദുൾ ലത്തീഫ് എന്ന തോക്ക് ലത്തീഫ്, പൈവളികെ കുരുടപ്പതയിലെ മംസൂർ, മഞ്ചേശ്വരം കടമ്പാർ സ്വദേശികളായ മുഹമ്മദ് അസ്ഗർ, മുഹമ്മദ് സാലി, ഭീമനടി കുന്നുംകൈ സ്വദേശി നൌഫൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ സഞ്ചരിച്ച 3 വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അർക്കുള ഭാഗത്ത് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് 12 കിലോ കഞ്ചാവുമായി അബ്ദുൾ ലത്തീഫ് പിടിയിലായത്. കർണാടകയിൽ പലപ്പോഴായി നടന്ന വെടിവെപ്പ് കേസുകളിലെ പ്രതികൾക്ക് തോക്കുകൾ എത്തിച്ചു കൊടുത്തത് ലത്തീഫാണെന്നാണ് പോലീസ് പറയുന്നത്. കൊലപാതകമടക്കം 13 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ലത്തീഫ്. നടേക്കാൽ ഭാഗത്ത് നടത്തിയ വാഹന പരിശോധനയിലാണ് മൻസൂർ, നൌഫൽ എന്നിവർ പിടിയിലായത്. 2 തോക്കുകളും 4 വെടിയുണ്ടകളും ഇവരിൽ നിന്നും പിടികൂടി. മയക്കുമരുന്ന് കടത്തടക്കം നിരവധി കേസുകളിൽ പ്രതികളാണിവർ. ദേവിപുരയിൽ ആയുധങ്ങളുമായി യുവാക്കൾ കാറിൽ പോകുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മുഹമ്മദ് അസ്ഗർ, മുഹമ്മദ് സാലി എന്നിവർ പിടിയിലായത്. ഇവരിൽ നിന്നും തോക്കും 2 വെടിയുണ്ടകളും പിടിച്ചെടുത്തു. കൊലപാതക ശ്രമം, മയക്കുമരുന്ന് കടത്തടക്കം അസ്ഗറിനെതിരെ 17 ക്രിമിനൽ കേസുകളുണ്ട്.